Morning. Morning, Shruti. കുറച്ച് കുട്ടികളോട് കയറട്ടെ കേട്ടോ. 28 പേരായിട്ടുള്ളൂ. ക്ലാസ്. ഇതാണ് എല്ലാവരും ലേറ്റ് ആയിട്ട് കയറുന്നേ. നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇവിടെ ലേബർ റൂമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് വരെ എടുത്തു അല്ലേ? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് വരെ എടുത്തു. അടുത്തല്ലേ? ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വരുന്നത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പം കുറച്ചു പേര് കയറി. ഒന്ന് വായിച്ചു നോക്കട്ടോ. ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയല്ലോ? ഇനി ആരും കിട്ടാനില്ലല്ലോ? ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല, എല്ലാവർക്കും കിട്ടി. സനുവിന് കിട്ടിയിട്ടില്ല. സനു
ഓക്കെ ഓക്കെ ശരി. Yes, labor ward protocols. The protocols for the labor ward offer explicit instruction of managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. These protocols are in regard to the administration and clinical recommendations. നോക്കാം ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? Protocols for the labor ward of explicit instruction for managing ward activities, ensuring ward operates efficiently and delivers excellent medical care to pregnant women. Labor room എന്തിനാണ് നല്ലൊരു പ്രോട്ടോകോൾസ് വെച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? വാർഡിന്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് വാർഡിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിനും അതോടൊപ്പം മെഡിക്കൽ കെയർ ടു ദ പ്രഗ്നന്റ് വുമൺ അല്ലെ അതായത് ഗർഭിണിക്ക് മികച്ച വൈദ്യസഹായം നൽകുന്നതിനുമാണ് വാർഡ് പ്രോട്ടോകോൾസ് പ്രധാനമായി തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ. കുറച്ച് നിയമാവലികളാണ് അല്ലെ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? ഫസ്റ്റ് 2 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രോട്ടോകോൾസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? Administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management, etc. എന്താണ് administration and the policies encompass the duties and obligations. Protocols എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രോട്ടോകോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. അതായത് ആ വാർഡിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കുറച്ച് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? അതായത് അഡ്മിനിസ്ട്രേഷൻ നയങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അവിടെ ഓരോ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഓരോ പോളിസീസ് ഉണ്ടായിരിക്കും, ഓരോ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ പ്രൊഫഷണൽ ഓരോ വ്യക്തികളിലേക്കും അവിടെ അതുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റാഫിനും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇനി അപ്പൊ അതെന്തായിരിക്കും, എല്ലാവർക്കും സെപ്പറേറ്റഡ് ആയിരിക്കും. വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഓരോ സ്റ്റാഫിന് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏതൊക്കെ റെഗുലേഷൻസ് അനുസരിച്ച് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ സ്റ്റാഫിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ. ലേബർ റൂം വാർഡിലെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ട്രാഫിക് കൺട്രോൾ, അതായത് ലേബർ റൂം പരിസരം ആ പ്രിമൈസസിന് ചുറ്റുമുള്ള ട്രാഫിക് കൺട്രോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിയന്ത്രിക്കേണ്ടതാണ്. അപ്പൊ അതിന് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള നിയമാവലികൾ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ എന്താണ് വാർഡ് റെഗുലേഷൻസ്, ആ വാർഡിനകത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ലേബർ റൂം വാർഡിന്റെ അകത്ത് പാലിക്കേണ്ട കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഒരു റെഗുലേഷൻസ് ഒന്ന് നിങ്ങൾക്ക് പറയാമോ? ലേബർ റൂം വാർഡിന്റെ അകത്ത് പാലിക്കേണ്ട ഒരു റെഗുലേഷൻ എന്തായിരിക്കാം? ഒരെണ്ണം പറഞ്ഞാൽ മതി. നമ്മളവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, നോട്ടീസ് ബോർഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന കാര്യങ്ങള്. ഫസ്റ്റ് സൈലൻസ് ഉണ്ടാക്കിയത് ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. പിന്നെന്താ ഉണ്ടായിരിക്കുക? അതിനകത്തേക്ക് ഒരുപാട് ക്ലീൻ ആയിരിക്കണം. ഒരേ സമയം ഒരുപാട് പേര് അതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കുമോ? റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതിന്? ഇല്ല അല്ലെ. റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെ. ഒരുപാട് ഇത്ര സന്ദർശകർക്ക് വിസിറ്റേഴ്സിന് സ്പെഷ്യൽ ഒരു ടൈം ഉണ്ട്. ആ ടൈമില് ഒരാൾക്കും അല്ലെങ്കിൽ 2 പേർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കാൻ സാധിക്കുക. ഓക്കെ യെസ്. അങ്ങനത്തെ വാർഡ് റെഗുലേഷൻസ്, റെസ്ട്രിക്റ്റഡ് പേഴ്സൺസ് അലോഡഡ് ആണ്. പിന്നെ
ഓക്കെ, നമുക്കറിയാലേ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ വാർഡുമായി ബന്ധപ്പെട്ടുള്ള കുറെ റെഗുലേഷൻസ് ഉണ്ടായിരിക്കാം. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സെട്ര. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ആ വാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടി ലേബറും പ്രോട്ടോകോൾസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിസാസ്റ്റർ ആയിരിക്കാം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നത്? ദുരന്തങ്ങൾ, എന്തൊക്കെ ദുരന്തങ്ങളാണ്? ഇൻ കേസ് ഓഫ് ഫയർ അല്ലെ, എക്സ്റ്റേണൽ ഫയർ എന്തെങ്കിലും ഉണ്ടായാലേ, അല്ലെ ഫയറോ അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ്? ഫയർ മാത്രമാണോ? ചൈൽഡ് മിസ്സിംഗ്, അതൊരു ഡിസാസ്റ്റർ ആണ്. ചൈൽഡ് മിസ്സിംഗ്, NICUയിൽ നിന്ന് പേഷ്യന്റ് മിസ് ആവുന്നത്, അതൊരു ഡിസാസ്റ്റർ ആണ്. പിന്നെ ഏതെങ്കിലും സ്പില്ലേജസുമായി ബന്ധപ്പെട്ട് വരുന്നു, എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ്, അല്ലെങ്കിൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായി എന്താണ് ഡിസാസ്റ്റർ ഉണ്ടാകാം. എന്തൊക്കെയാണ് ഡിസാസ്റ്റർ വരുന്ന സിറ്റുവേഷൻസ്? ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് ചൈൽഡ് മിസ്സിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയറോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് NICUയിൽ നിന്ന് പേഷ്യന്റ് മിസ് ആവുന്നത്, അല്ലെ സോറി NICUയിൽ നിന്ന് കുട്ടി മിസ് ആവുന്നത്. ചിലപ്പോ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാം. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സമയത്ത് ഹോസ്പിറ്റലിൽ ഏതൊക്കെ കോഡാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് 3rd 4th മൊഡ്യൂളിൽ വരുമ്പോണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. യെസ്, അപ്പൊ ഇവിടെ എന്താ നമ്മളിപ്പോ പറഞ്ഞത്? ഒരു ലേബർ റൂമിൽ പാലിക്കേണ്ട കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ പ്രൊഫഷണൽസിനും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും റെസ്പോൺസിബിലിറ്റീസ് ഓരോ പ്രൊഫഷണൽസിനും വിധിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ക്രൈറ്റീരിയ, അഡ്മിഷനായിട്ട് പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. വാർഡ് റെഗുലേഷൻസ്, ആ വാർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള റെഗുലേഷൻസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ റെഗുലേഷൻസ് ഉണ്ടായിരിക്കാം. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സെട്ര, ദുരന്ത നിവാരണത്തിന് തടയുന്നതിനായിട്ടുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരെ ലേബർ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. യെസ്, ഇനി സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ന്യൂബോൺ കെയർ എക്സെട്ര. ഇനി ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ട് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് പ്രത്യേകമായിട്ട് നോക്കേണ്ടത്? ക്ലിനിക്കൽ ശുപാർശകൾ അനുസരിച്ചിട്ട് ഇൻപേഷ്യന്റ് കെയർ, അല്ലെ ഇൻപേഷ്യന്റ് കെയർ, ഇൻപേഷ്യന്റ് ആരാണ്? ഇൻപേഷ്യന്റ് അഡ്മിറ്റഡ് പേഷ്യന്റ്, അല്ലെ ഇൻപേഷ്യന്റിനുള്ളിൽ അഡ്മിറ്റഡ് പേഷ്യന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമാവലികൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ദെൻ പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഓഫ് ലേബർ, ലേബർ പീരീഡിലുള്ള പേഷ്യന്റിന്റെ മാനേജ്മെന്റ്, അതിനും പ്രത്യേകമായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ ഉണ്ട്. ദെൻ പോസ്റ്റ്മോർട്ടം കെയർ, വാട്ട് ഈസ് പോസ്റ്റ്മോർട്ടം കെയർ? പോസ്റ്റ്മോർട്ടം എന്താണ്? ആഫ്റ്റർ ഡെലിവറി, അല്ലെ ആഫ്റ്റർ ഡെലിവറി. ദെൻ ന്യൂബോൺ കെയർ, യെസ് ന്യൂബോൺ കെയർ, അല്ലെ നവജാത ശിശുവിന്റെ പരിചരണം കൂടി ലേബർ റൂമിന്റെ വാർഡ് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നതാണ്. എന്നൊക്കെ കാര്യങ്ങളാണ് ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ന്യൂബോൺ കെയർ എക്സെട്ര. അപ്പൊ ഇതിനെല്ലാം പ്രത്യേകമായിട്ട്, അതായത് ഇൻപേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിനായിട്ട് പ്രത്യേക നിയമാവലികള്, ദെൻ പോസ്റ്റ്മോർട്ടം കെയറിന് പ്രത്യേക റെഗുലേഷൻസ്, ന്യൂബോണിന് സ്ട്രിക്റ്റ്ലി ആയിട്ടുള്ള കുറെ പ്രോട്ടോകോൾസുകളും ഹോസ്പിറ്റൽ വാർഡ്സില് അല്ലെങ്കിൽ ലേബർ റൂമില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലേബർ റൂം പ്രോട്ടോകോൾസിൽ വരുന്നത്. മെയിൻ ആയിട്ട് എന്താണ്? എക്സലന്റ് മെഡിക്കൽ കെയർ ടു പ്രഗ്നന്റ് വുമൺ, അല്ലെ എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രഗ്നന്റ് വുമൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് എന്ന ലേബർ റൂമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? ന്യൂബോൺ കെയർ, അല്ലെ കുഞ്ഞിന് നവജാത ശിശുവിന് കൃത്യമായ നല്ലൊരു പരിചരണം കൊടുക്കുക എന്നുള്ളതുമാണ് എന്ത് ലേബർ റൂമിന്റെ മെയിൻ പ്രോട്ടോകോൾസിൽ യഥാർത്ഥത്തിൽ ശരിക്കും ലക്ഷ്യമായിട്ട് വരുന്നത്. അപർണ, ഈ ഇത്രയും പറഞ്ഞിട്ട് ഏതാണ് ചാപ്റ്റർ എന്ന് മനസ്സിലായോ മോൾക്ക്?
ലേബർ റൂം ആണ് കേട്ടോ എടുക്കുന്നത്. ലേബർ റൂം ക്ലാസ് കയറിയില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, യെസ്, മനസ്സിലായോ? അപ്പൊ ഇത് എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്? മനസ്സിലായോ പിള്ളേരെ? പറയൂ. പേജ് നമ്പർ 72, പേജ് നമ്പർ 72, 74 പല രീതിയിലായിരുന്നു ചിലപ്പോൾ എടുക്കുന്നത് കേട്ടോ. പേര് നോക്കിയിട്ട് എടുക്കും കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നോക്കിയിട്ട് എടുക്കുക. യെസ്, ഇനി ലേബറും വാർഡ് പ്രോട്ടോകോൾസിന്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് ലേബർ ടേബിൾ. ലേബർ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണ്? ലേബർ ടേബിൾ is one of the crucial tools and equipment used in the delivery room. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് മനസ്സിലായോ? ഒന്നും രണ്ടും മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് ലേബർ ടേബിൾ എന്ന് പറഞ്ഞത്? കണ്ടിട്ടുണ്ടോ ലേബർ ടേബിൾ? Labor table is one of the crucial tools and equipment used in the delivery room. അല്ലെ, ഡെലിവറി റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് എന്ത്, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് എന്ത്, ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ലേബർ ടേബിളില്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോച്ചോടോപ്ലർ ആൻഡ് ഫോച്ചോടോപ്പോഗ്രാഫ്. എന്താണ് ആദ്യത്തെ നോക്കിയ? റേഡിയന്റ് വാർമർ. എന്തിനാണ് റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്, അല്ലെ, കുഞ്ഞിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എന്താ റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്, അല്ലെ? നിങ്ങൾ നമ്മുടെ ചൂടിലിടാന്ന് പറയാറില്ലേ? കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഡിയന്റ് വാർമർ എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങള് റേഡിയന്റ് വാർമർ? യെസ്, ഓക്കെ. ദെൻ സ്റ്റെറിലൈസേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്യുന്നതിനായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? എന്താണ് ഫോച്ചോടോപ്ലർ എന്ന് പറഞ്ഞാൽ? ഫോച്ചോടോപ്ലർ എന്തിനു വേണ്ടിയിട്ടാണ് ഫോച്ചോടോപ്ലർ ഉപയോഗിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ അനക്കം അറിയാനാണോ? യെസ്, ഹൃദയമിടിപ്പ് നോക്കുന്നതിന്, അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, അതായത് ഗർഭസ്ഥ പരിചരണത്തിനായിട്ട് ഗർഭസ്ഥ പിണ്ടത്തിന്റെ, അല്ലെ, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്നതിനാണ് നമ്മുടെ ഫോച്ചോടോപ്ലേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കൂ, പോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. അടുത്ത എന്താണ്? പോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? യെസ്, അതായത് ഗർഭകാലത്തും പ്രസവ സമയത്തും ഗർഭപിണ്ഡത്തിന്റെ ഹൃദയമിടിപ്പും പിന്നെന്താണ് ഗർഭാശയ സങ്കോചങ്ങളും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് ഉപയോഗിക്കുന്നത്, അല്ലെ? CTG എന്ന് പറയുന്നത്, അല്ലെ? CTG എന്ന് പറയും, ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. യെസ്, കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നത്, അല്ലെ? യൂട്രസ് കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, CTG എന്ന് പറയാറുണ്ട് അതിന് കേട്ടോ. CTG. ഷോർട്ട് ഫോം ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾ അത് എന്താന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. CARDIOTOCOGRAPH. ഒരു ടി മിസ്സിംഗ് ആണ് കേട്ടോ. ടി മിസ്സിംഗ് ആണ്. കാർഡിയോ ടോക്കോഗ്രാഫ് ഒരുമിച്ചാണ്, അതാണ് CTG എന്ന് പറയുന്നത് കേട്ടോ. CTG കാർഡിയോ
ടോപ്പോഗ്രാഫിന്റെ ഗ്രാഫാണ് ജി റെപ്രസെന്റ് ചെയ്യുന്നത്. സി കാർഡിയോ, ദെൻ ടി ടോക്കോ, ജി ഗ്രാഫ്. ഇതാണ് CTG എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാർഡിയോഗ്രാഫ് എന്നുള്ളത് മാത്രമുള്ള അവിടെ. ടോപ്പോഗ്രാഫ് ഇത് ഒരുമിച്ചാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ, കുറിച്ച് പറയാം. എഴുതുന്നുണ്ടോ? ഇതൊരു ഇലക്ട്രോണിക് ഫീച്ചർ മോണിറ്റർ ആണ് അല്ലെ? ഇതൊരു ഇലക്ട്രോണിക് ഫീച്ചർ മോണിറ്റർ ആണ്. കാർഡിയോ ടോപ്പോഗ്രാഫ്, കാർഡിയോ CARDIO, 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 TOCO, TOCO, GRAPH. ഒരുമിച്ചാണ് കേട്ടോ. ഇത് കാർഡിയോ ടോക്കോഗ്രാഫ് ഒരുമിച്ചുള്ള സെന്റൻസ് ആണ്. CARDIO, TOCO, GRAPH, കാർഡിയോ ടോക്കോഗ്രാഫ് അല്ലെ? CTG. ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ടു കണ്ടിന്യൂസ്ലി റെക്കോർഡ് ദ ഫീച്ചർ ഹാർട്ട് റേറ്റ് അല്ലെ? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്താ ടോപ്പോകാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർഡിയോ ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, ഇത് കാണാൻ പറ്റുമോ? കാണുന്നുണ്ടോ സ്ക്രീനില്? സ്ക്രീനിൽ കാണാമോ? ഒന്നും കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല. യെസ്, ഇതാണ് കാർഡിയോ ടോപ്പോഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ ECG മെഷീനില്ലേ, അതുപോലൊക്കെ തന്നെ. കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ഷെയ്ഡ്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കി അതേപോലെ തന്നെ കേട്ടോ. കണ്ടിട്ട് then this one is radiant warmer. ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, യെസ്. ഇപ്പൊ ലേബർ ടേബിളിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് എന്തൊക്കെയാണ്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോച്ചൽ ഡോപ്ലർ ആൻഡ് ഫോച്ചൽ ടോപ്പോകാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ കാർഡിയോ ടോപ്പോഗ്രാഫ്. രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഓക്കെ, ദീസ് ടൂൾസ് ആൻഡ് ആക്സസറീസ്. എടോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഗർഭസമയത്തും പ്രസവ സമയത്തും ഗർഭപിണ്ഡത്തിന്റെ ഹൃദയമിടിപ്പും ഗർഭാശയ സങ്കോചം, അതായത് നമ്മുടെ യൂട്രസ് കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതിനാണ് ഫോച്ചൽ ടോപ്പർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫോച്ചൽ ടോപ്പോഗ്രാഫ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? യെസ്. These tools and accessories need to be cleaned, set aside and dried after each use. ഇനി ഈ ടൂൾസുകൾ നമ്മൾ, ഈ ആക്സസറീസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ടത്? എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ടത്? എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ക്ലീൻ ചെയ്തിട്ട് ലഭ്യമായി ക്ലീൻ ചെയ്തിരിക്കണം. ദെൻ എന്താണ്? and dried after each use. ഓരോ യൂസിന് ശേഷം എന്ത് ചെയ്തിരിക്കണം? നമ്മള് ചെയ്തിരിക്കണം, ഡ്രൈ ആക്കിയിരിക്കണം അല്ലെ? ഓരോ യൂസസിന് ശേഷം അത് ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്തായിരിക്കണം സൈഡില് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി all labor room equipments must be in good functioning order and be prepared for usage according to staff.
All labor room equipment must be in good functioning. Labor room equipments എല്ലാം ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം അല്ലെ? എല്ലാ ഉപകരണങ്ങളും നല്ല രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. Then prepared to be for usage according to the staff. എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? എല്ലാ ഉപകരണങ്ങളും എല്ലാ ജീവനക്കാർക്കും അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമാവുന്ന രീതിയിൽ അല്ലെ ജീവനക്കാർക്ക് ഉപയോഗത്തിന് കൃത്യമായിട്ട് അത് തയ്യാറായിരിക്കണം അല്ലെ? അപ്പൊ അതിനെന്ത് ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് അത് കൃത്യമായി ക്ലീൻ ചെയ്യുക, ഡ്രൈ ആക്കി വെക്കുക. അതെപ്പോഴും എന്താണ് ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം. ജീവനക്കാർക്ക് ഏത് സമയത്തും അത് ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം അത് ഗുഡ് ഫങ്ഷനിങ് ചെയ്തിട്ടായിരിക്കണം എല്ലാ ഉപകരണങ്ങളും ലേബർ റൂമില് എന്താണ് ലേബർ ടേബിളിൽ നമ്മള് വെച്ചിരിക്കേണ്ടത്. ഓക്കെ, ഓരോ ഉപകരണങ്ങൾ എന്താണ് ഓരോ ഉപയോഗത്തിന് ശേഷം നമ്മൾ അത് കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രമേ പിന്നീട് മറ്റൊരു ഉപയോഗത്തിന് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓരോ ഉപയോഗശേഷം അത് ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? നല്ല പ്രവർത്തനക്ഷമതയുള്ളതായിരിക്കണം അല്ലെ? ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം. ഏത് ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഏത് സ്റ്റാഫിന് എപ്പോ വേണമെങ്കിലും കൃത്യമായിട്ട് അത് എടുക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണം അത് അവിടെ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലേബർ വാർഡ് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ ലേബർ ടേബിളിലെ ഈ ടൂൾസുകൾ നിങ്ങളൊന്ന് പേരുകളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ലേബർ ടേബിൾ ക്രൂഷ്യൽ ടൂൾസിൽ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോർച്യൂൺ ഡോപ്ലർ ആൻഡ് ഫോർച്യൂൺ കാർഡിയോഗ്രാഫ്. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായോ? യെസ്, നമ്മൾ നെക്സ്റ്റ് ഭാഗം നോക്കുകയാണ്. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. എന്തൊക്കെ മെഷേഴ്സ് ആണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മള് പ്രത്യേകിച്ച് ലേബർ റൂമില് അല്ലെങ്കിൽ ലേബർ വാർഡിൽ നമ്മള് നോക്കേണ്ടത്? What are the measures to maintain safety in labor room? ഇതൊക്കെയാണ്. Standard safety procedures must be followed by all medical staff. Standard safety procedures must be followed by all medical staff. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഓരോ സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ? അത് എല്ലാ സ്റ്റാഫും എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്താണ് കൃത്യമായിട്ട് തന്നെ അത് ഫോളോ ചെയ്തിരിക്കണം അല്ലെ? ഇവിടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം എല്ലാ സ്റ്റാഫുകളും അവിടെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് എന്താണ് നമ്മള് PPE ഒക്കെ അല്ലെ? മെഡിക്കൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ കൃത്യമായിട്ട് എല്ലാവരും വെയർ ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ഓരോ പേഴ്സണൽസിന് പ്രത്യേകമായിട്ട് അല്ലെ? ഓരോ സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ട് എന്താണ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, എന്നാണ് ഫസ്റ്റ് വരുന്ന പോയിന്റ്. സെക്കൻഡ് വൺ എന്താണ്? പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ on infection control to be held. എന്താണ് പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത്? എന്താണ് പീരിയോഡിക് ഇൻ സർവീസ്? അതായത് അതിനകത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ അല്ലെ? അതായത് ലേബർ റൂം സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രത്യേകമായ രീതിയിൽ എന്ത് കൊടുക്കണം? ട്രെയിനിങ് സെഷൻസ് ഉൾപ്പെടുത്തണം. എന്തിനു വേണ്ടിയിട്ടുള്ള? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ അല്ലെ? അണുബാധ നിയന്ത്രിക്കുന്നതിനുള്ള അണുബാധ തടയുന്നതിനുള്ള തരത്തിലുള്ള പരിശീലനങ്ങള് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ഓരോ ഇടവേളകളിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള അണുബാധ നിയന്ത്രിക്കുന്നതിനുള്ള എന്താണ് പ്രത്യേക പരിശീലനങ്ങൾ, പ്രത്യേക ട്രെയിനിങ്സ് ഇൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് ഓരോ സ്റ്റാഫുകൾക്ക് പ്രത്യേകമായി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതുവഴി എന്താണ് നമുക്ക് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The clothing worn should be sanitary and clean. The clothing worn should
ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. എങ്ങനെയുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്? എങ്ങനെയുള്ള വസ്ത്രമായിരിക്കണം? സാനിറ്ററി ആൻഡ് ക്ലീൻ. സാനിറ്റൈസ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം, ക്ലോത്ത്സുകളായിരിക്കണം അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. Then PPE has to be accessible. PPE has to be accessible. PPE എന്താണ്? Personal protective equipments. അല്ലെ? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ഗ്ലൗസ്, മാസ്ക്, ഗൗൺസ്, ഗൂഗിൾസ്, പിന്നെന്താണ്? ക്യാപ്സ്, ഐ ഷീൽഡ്സ്, ഷൂ കവേഴ്സ്, അങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർസുകൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then training for employees on general and particular practices. Training for employees on general and particular practices. എന്താണ്? എംപ്ലോയീസിന് നമ്മൾ പ്രത്യേകമായ രീതിയിൽ, അല്ലെങ്കിൽ ജീവനക്കാർക്ക് നമ്മൾ പ്രത്യേകമായ രീതിയിൽ ജനറൽ ആയിട്ട് പർട്ടിക്കുലർ പ്രാക്ടീസസ് അല്ലെ പ്രത്യേകമായ രീതികളിൽ അവർക്ക് പരിശീലനം നൽകിയിരിക്കണം. അല്ലെ? ഇന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് എന്തെല്ലാം പ്രോട്ടോകോൾസുകൾ പാലിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഓരോ സ്റ്റാഫുകളും ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങൾ നമ്മൾ ജീവനക്കാർക്ക് കൊടുക്കേണ്ടതാണ്. ആ പരിശീലനങ്ങൾ അവർ നേടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ കൂടി നമുക്ക് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇതെല്ലാം ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. Then infection patient should be admitted in accordance with the hospital protocols. Infection patient should be admitted in accordance with the hospital protocols. എന്താ പറയുന്നത്? അണുബാധയുള്ള രോഗികളെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരിക്കണം? ഹോസ്പിറ്റലിന്റെ ആ ഒരു അക്കോർഡൻസ്, അല്ലെങ്കിൽ എന്താ, ഹോസ്പിറ്റൽ ആശുപത്രിക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾക്ക് നോർമൽ പേഷ്യൻസിന്റെ കൂടെ ഇടാൻ പറ്റുമോ? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ നോർമൽ പേഷ്യൻസിന്റെ കൂടെ? ഇല്ല അല്ലെ? സെപ്പറേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ റൂംസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ? സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഹോസ്പിറ്റലിന് യാതൊരു വിധത്തിൽ ഇൻഫെക്ഷൻസ് പകരാതിരിക്കാനുള്ള കൺട്രോൾ സ്വീകരിച്ചിട്ടായിരിക്കും അത്തരത്തില് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അതുവഴി എന്താണ് നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. Then all fitting clothes, tools, and waste needed to be treated as contaminated and handled carefully. All fitting clothing tools and waste needed to be treated as contaminated and handled carefully. എന്താ പറയുന്നത്? ഫിറ്റിംഗ് ക്ലോത്ത്സ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിറ്റിംഗ് ക്ലോത്ത്സ് വായിച്ചു വെക്കിയ പോയിന്റ്. All fitting clothing tools and waste need to be treated as contaminated and handled carefully. എന്ന് പറഞ്ഞ എന്താ മനസ്സിലാവുന്നത് നമുക്ക്? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അല്ലെ, എല്ലാ ഡ്രസ്സുകളും എന്താണ്, എല്ലാ വസ്ത്രങ്ങളും ഉപകരണങ്ങളും എന്താണ്, കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നമ്മൾ PPE വെയർ ചെയ്താലും കൂടി എന്താണ് അവിടെ അതിന് മുകളിലായിട്ട് എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അത് മലിനമാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള യൂസസ് ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡ് ഫ്ലൂയിഡ്സ് ബ്ലഡൊക്കെ ആകുന്ന സമയത്ത് എന്താണ് അത് ആ ക്ലോത്ത്സിലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഏത് സമയത്തും കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടായിരിക്കണം ഹാൻഡിൽ കെയർഫുൾ ആയിട്ടായിരിക്കണം, വളരെ ശ്രദ്ധയുടെ കൂടെ ആയിരിക്കണം എന്ത്
അത് കൈകാര്യം ചെയ്ത്, പ്രത്യേകിച്ച് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ക്ലോത്ത് മലിനമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം എടുത്തുപയോഗിക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും വേസ്റ്റ് ലേബിൾഡ് ബാഗ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം കൈ വിട്ടു പോയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്ലോത്ത്സിലേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് അശ്രദ്ധ മൂലം അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എന്താണ് അതിൽ മറ്റുള്ള ആരെങ്കിലും ചിലപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ അങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഒന്ന് ദേഹത്ത് തട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് എന്താണ് അത് നമ്മുടെ മേത്ത് വീഴാനുള്ള ചാൻസ് അല്ല, ക്ലോത്ത്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് സമയത്ത് എന്താണ് ഒരു കണ്ടാമിനേഷന്റെ ചാൻസ് ഉണ്ട്, മലിനീകരണം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, കെയർഫുൾ ആയിട്ടായിരിക്കണം ഒരു സാധനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് രീതിയിൽ അവിടെ പെരുമാറുന്ന സമയത്ത് വളരെ കെയർഫുള്ളോട് കൂടി ആയിരിക്കണം അവിടെ പ്രത്യേകിച്ച് ലേബർ റൂമില് പെരുമാറേണ്ടത്. ഓക്കെ, ശ്രദ്ധാപൂർവം നമ്മളത് കൈകാര്യം ചെയ്ത ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, then instruments and other supplies are cleaned, sterilized and processed. Instruments and other supplies are cleaned, sterilized and processed. ഇൻസ്ട്രുമെന്റ്സും അതർ സപ്ലൈസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എല്ലാ ഇൻസ്ട്രുമെന്റ്സും അതർ സപ്ലൈസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മളെ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം അല്ലെ. സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം അത് മറ്റ് ഉപയോഗത്തിനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, എടുക്കുന്ന സാധനങ്ങൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, യെസ്, എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യുക. Then patient should be provided with the sterile drops. Patient should be provided with the sterile drops. പേഷ്യൻസിന് എത്തരത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കാൻ കൊടുക്കേണ്ടത്? സ്റ്റീറൈൽ ഡ്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീറൈൽ ഡ്രോപ്സ്, യെസ്, രോഗിക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രമായിരിക്കണം നമ്മൾ നൽകേണ്ടത് അല്ലെ. സ്റ്റീറൈൽ ഡ്രോപ്സ് എന്ന് പറയുന്നത് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ, സ്റ്റീറൈൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ഗ്ലൗസ് അല്ലെങ്കിൽ ഗൗണിനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അണുവിമുക്തമായിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം പേഷ്യന്റ് നമ്മൾ കൊടുക്കേണ്ടതായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി an evaluation of an employee's health is crucial. An evaluation of an employee's health is crucial. എന്താ പറയുന്നത്? ഒരു ജീവനക്കാരന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വിലയിരുത്തുന്നത് നിർണായകമാണെന്നാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും അല്ലെ. പക്ഷെ എപ്പോ എങ്ങനെ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. പ്രിക്കോഷൻസ് എടുത്ത് നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷെ എന്താണ്, ഇപ്പോ നമ്മളിപ്പോ ഈ നിപ്പ വന്ന സമയത്ത് അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്തൊക്കെ ഈ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അവര്? ചെറിയൊരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അവരുടെ അസുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? കൊറോണ എങ്ങനെയായിരുന്നു? കൊറോണ ഏത് തരത്തിലുള്ള റിസ്ക് എങ്ങനെയായിരുന്നു? കൊറോണ ഏത് തരത്തിലുള്ള റിസ്ക് ആയിരുന്നു പിള്ളേരെ? സ്പ്രെഡ് അല്ലെ, സ്പ്രെഡ് ചാൻസ് ഉള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൽ എത്രയോ പേരാണ് നമ്മൾക്ക് ആ കൊറോണ ടൈമിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ മരണപ്പെട്ടത് അല്ലെ. എത്രയോ ആൾക്കാരുടെ ജീവൻ പോയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് അതൊരു എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞതാണ്. അത് വൈറസ് സ്പ്രെഡിങ് ആണ് അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെയും അവര് എന്താ പറയാ ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്കത് ഫുള്ളി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമില്ല. എപ്പൊ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. ഓക്കെ, എങ്കിലും എന്താണ് എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എന്താണ് എന്ത് വേണമെങ്കിലും സംഭവിക്കുകയും ചെയ്യാം. അപ്പൊ അതാണ് അവൾ അങ്ങനെ പറയുന്നത്. ആൻ ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കൊറോണ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞ എംപ്ലോയീസിന്റെ ഹെൽത്ത് ക്രൂഷ്യൽ ആവുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അല്ലെ. ഇതുപോലെ സ്പ്രെഡ് ഡിസീസസ് ഒക്കെ പകരുമ്പോൾ നിപ്പ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കൊറോണ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള സ്പ്രെഡ് ഡിസീസസ് വരുമ്പോഴാണ്
എന്താണ് ഓരോ എംപ്ലോയീസിന്റെ ഹെൽത്ത് ക്രൂഷ്യൽ ആയിട്ട് മാറുന്നത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. Then periodic in-service and training session on the infection control to be held. അണുബാധ തടയുന്നതിനായിട്ട് ജീവനക്കാർക്ക് എന്താണ് നമ്മൾ പ്രത്യേകമായിട്ട് ട്രെയിനിങ് സെഷൻസ് കൊടുക്കേണ്ടതാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ട്രെയിനിങ് സെഷൻസ് ഉൾപ്പെടുത്തേണ്ടതാണ്. Then the clothing worn should be sanitary and clean. ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെ, സാനിറ്ററി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം സ്റ്റാഫുകൾ ഉപയോഗിക്കേണ്ടത്. Then PPE has to be accessible. PPE കൃത്യമായിട്ട് വെയർ ചെയ്തിരിക്കണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. എന്താണ് ജീവനക്കാർക്ക് നമ്മൾ പ്രത്യേകമായ രീതിയിൽ പരിശീലനങ്ങൾ നൽകിയിരിക്കണം. Employees on general and particular practices. Then infection patients should be admitted in accordance with the hospital protocols. Infected ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ അനുസൃതമായിട്ടുള്ള പ്രോട്ടോകോൾസ് അംഗീകരിച്ചിട്ട് വേണം അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നോർമൽ പേഷ്യൻസിന്റെ കൂടെ നമ്മൾക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഹോസ്പിറ്റൽ അനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then all fitting clothing tools and waste needed to be treated as contaminated and handled carefully. എല്ലാ ഫിറ്റിംഗ് ക്ലോത്ത്സ് ആൻഡ് ടൂൾസും നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ് ഏത് സമയത്തും അത് കണ്ടാമിനേറ്റഡ് ആവാൻ മലിനമാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. Then instruments and other supplies are cleaned, sterilized and processed. എല്ലാ ഇൻസ്ട്രുമെന്റ്സും PPE ഫുൾ ഫോം പറയണോന്നാ വാങ്ങിക്കാൻ നല്ല അടി കിട്ടും. നമ്മൾ തുടങ്ങി പറയണതാണ് PPE എന്താണെന്ന്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണോ അത്? PPE എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബാക്കിയൊക്കെ നല്ല അടികൊള്ളണം. എന്തൊക്കെയാണോ? മാസ്ക് ഇല്ല ഭാഗ്യ പറയട്ടെ എന്തൊക്കെയാണ് ഭാഗ്യ? PPE എന്തൊക്കെയാണ് അപ്പൊ? പേഴ്സണൽ പ്രൊട്ടക്ഷൻസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? ആള് പോയി. ഭാഗ്യ പറയട്ടെ. ഭാഗ്യ ഇടക്കിട്ട് കയറിയിട്ടാണോ? മറന്നുപോയോ ഭാഗ്യ? എന്തൊക്കെയാണ് മോളെ? മാസ്ക്, ഗൗൺസ് അറിയാം അല്ലെ? ഓക്കെ, യെസ്. Okay, instruments and other supplies are clean, sterilized and processed. Okay, Bhagya. Okay. Then instruments and other supplies are sterilized ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. Then patients should be provided with the sterile drops. Patients നമ്മൾ അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കാനായിട്ട് നൽകേണ്ടത്. And evaluation of employees' health is crucial. ഒരു ജീവനക്കാരന്റെ എന്താണ് ആരോഗ്യം വിലയിരുത്തുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ? മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി മനസ്സിലായോ? ആദ്യം നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തുണ്ടോ? ഇവിടെ സ്റ്റീറൈൽ ഡ്രോപ്സ് എന്ന് വെച്ചാൽ അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങള്. മലിനമായ വസ്ത്രങ്ങൾ നമ്മൾ പേഷ്യൻസിന് കൊടുക്കോ? ഇല്ല അല്ലെ? ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്തിട്ട് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതാണ് സ്റ്റീറൈൽ ഡ്രോപ്സ് എന്ന് പറയുന്നത്. ആ ഗൗൺസിനെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അടുത്ത് പറയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. അതിന്റെ അണ്ടറിൽ വരുന്ന അടുത്ത കാര്യമാണ്, അടുത്ത ഹെഡ് പോയിന്റ് ആണ് എന്ത്? എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് നമ്മൾ ലേബർ റൂമിൽ എടുക്കേണ്ടത്? ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷ് ചെയ്യുക. ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, PPE വെയർ ചെയ്യുക.
പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓരോ വേസ്റ്റസ് കളയാനായിട്ട് എന്താണ് ലേബിൾഡ് ആയിട്ടുള്ള ബയോ ഹസാർഡ് ബാഗ്സുകൾ ഉണ്ടായിരിക്കും. കളർ ചെയ്തിട്ടുള്ള ലേബിൾ, അതായത് ലേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് എഴുതിയിട്ടുണ്ടായിരിക്കും ഏതാണ് ഏത് വേസ്റ്റ് ആണ് കളയേണ്ടത്. അതിൽ മാത്രമായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിനായിട്ടുള്ള ലേബിൾഡ് ബാഗ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ മാത്രമായിരിക്കണം ആ വേസ്റ്റുകൾ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഓക്കെ. Then proper handling of sharp objects. ഇനി ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അറിയാലോ നമുക്ക്. ഷാർപ്പ് ഒബ്ജക്ട്സ് എന്താണ്? സിസേഴ്സ്, നീഡിൽസ്, ബ്ലേഡ്, അല്ലെങ്കിൽ എന്താണ് നൈഫ്, നീഡിൽസ്. ഓക്കെ. മൂർത്തമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കൃത്യമായിട്ടൊരു എന്താ പറയാ കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള മുറിവുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആയിരിക്കണം എന്ന് പറയുന്നത്. Then sterilization and disinfecting of the items used. എങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? Sterilization and disinfection of the item is used. എല്ലാ ഉപയോഗിച്ച വസ്തുക്കൾ നമ്മൾ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് വേണം ആ ഐറ്റം നമ്മൾ പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. Then processing of used equipment. Processing of used equipment എന്ന് പറഞ്ഞാൽ എന്താണ്? Processing of used equipment. ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യാനായിട്ട് അല്ലെ. റീയൂസ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തന്നെയായിരിക്കണം ഉപയോഗിക്കുന്നത്. ഏത് സാധനം അവിടെ എടുത്താലും എന്താണ് അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പിന്നീട് പ്രോസസ് ചെയ്യാനായിട്ട്. ഓക്കെ. Then sustaining a clean and septic environment. Sustaining a clean and septic environment. Septic എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സെപ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? സെപ്റ്റിക് എൻവയോൺമെന്റ് ജേം ഫ്രീ എൻവയോൺമെന്റ് അല്ലെ. അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുക എന്നതാണ് എന്ത് മെയിൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നുകൂടി നോക്കാം. സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് ലേബർ റൂം എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, വെൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പറഞ്ഞു പോണത്. ഇവിടെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലല്ലോ പറയുന്ന പോയിന്റ്സുകള്. ഇല്ല. Proper handling of sharp objects, sterilization and disinfecting of the item is used. Then processing of used equipment, then sustaining a clean and aseptic environment. ഇത്തരം പ്രിക്കോഷൻസ് ആണ് മെയിൻ ആയിട്ട് ലേബർ റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പഠിച്ചു വെക്കണം കേട്ടോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. Cleaning and disinfecting. Cleaning and disinfecting. ലേബർ റൂമിന്റെ അണുവിമുക്തൽ പ്രക്രിയ എങ്ങനെയാണ്? ഡിസിൻഫെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലീൻ ചെയ്യുന്നത് ലേബർ റൂം ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ റൂൾസ് ഒക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് നോക്കാം. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ്. അതായത് നമ്മളിപ്പോ പറയുന്നത് ലേബർ റൂമിലെ ജനറൽ റൂൾസ് ആണ്. ക്ലീൻ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്നതിനുള്ള ജനറൽ റൂൾസുകളാണ് നമ്മളിപ്പോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. Any equipment brought into the labor rooms from outside must be wiped and cleaned. Any equipment brought into the labor room from outside must be wiped and cleaned. എന്താ പറയുന്നത്? ഏത് ഉപകരണമാണെങ്കിലും, അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഏത് ഉപകരണമാണെങ്കിലും എന്താണ് നമ്മള് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഔട്ട്സൈഡ് ഉപകരണങ്ങൾ അല്ലെ, ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ എന്താണ് കൃത്യമായിട്ട് നമ്മളെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടായിരിക്കും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ക്ലീൻ ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് ആദ്യത്തെ ജനറൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. Then
have a adequate cleaning sequence. Have a adequate cleaning sequence. എന്താണ്? മതിയായ ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. മതിയായിട്ട് ശുചീകരണ ക്രമം, അതായത് ക്ലീനിങ് സീക്വൻസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ തിയേറ്ററിൽ എടുത്തപ്പോ നമ്മൾ പറഞ്ഞു എപ്പോഴെപ്പോഴും അവരൊക്കെ ക്ലീൻ ചെയ്തിരിക്കുന്നത് കാണാം അല്ലെ? ക്ലീൻ കണ്ടിന്യൂസ് ആയിട്ടെങ്കിൽ ക്ലീൻ തുടച്ച് നിൽക്കുന്നതാണ്. ഓട്ടോക്ലേവ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആ ഏരിയ അല്ലെങ്കിൽ ഫ്ലോർ ഒക്കെ എന്താണ് എപ്പോഴും ഇങ്ങനെ ആഡിക്കേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്? ഇതിനു വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? യാതൊരു വിധത്തിൽ അത് സെപ്റ്റിക് എൻവയോൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, വ്യക്തമായിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആഡ്വക്കേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിവെന്റ് ഇൻഫെക്ഷന്റെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് ഒരു ആഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫ്രീക്വന്റ് ടൈമില് ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കും. യെസ്. ഇനി damaged equipment should be repaired or replaced. Damaged equipment should be repaired or replaced. എന്താണ്? ഏതെങ്കിലും ഉപകരണങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിലാണ് എന്താണ് അത് റീപ്ലേസ് ചെയ്യുക അല്ലെ? ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേട് വന്നേക്കാം, പിന്നെ നമ്മളത് ഉപയോഗിക്കാനായിട്ട് എന്താണ് ഒന്നുമില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് റീപ്ലേസ് ചെയ്യാൻ മാറ്റേണ്ടതാണ് കേട്ടോ. ഒരിക്കലും ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ എണ്ണ ബോട്ടിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ഇവിടെ ഒരു തിരുത്തലുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചേ. 4ാമത്തെ പോയിന്റില് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, ശ്രദ്ധിക്കണ്ട. നിങ്ങളുടെ കറക്റ്റ് ആണോ നോക്കട്ടെ. ടീച്ചർ വായിക്കുന്ന പോലെ ഇതല്ല കേട്ടോ. ഐറ്റം സോയിൽഡ് വിത്ത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ് എന്നാണ്, ഫൈൻസ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി എന്നാക്കുക കേട്ടോ. ഒന്നുകൂടി പറയാം. ഐറ്റംസ് സോയിൽഡ്, SOILED, ഐറ്റം സോയിൽഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് എന്നാക്കാം. FLUIDS, ബോഡി ഫ്ലൂയിഡ്സ്. അവിടെ വരെ എഴുതിയോ? ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി, നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നുള്ളത് വെട്ടിക്കളയാ കേട്ടോ. നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നുള്ളത് വെട്ട. ഷുഡ് ബി ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. ഷുഡ് ബി cleaned immediately. CLEANED, cleaned immediately. IMMEDIATELY, immediately. Item soiled with blood or body fluids should be cleaned immediately. എന്താ അവിടെ പറയുന്നത്? ഏതെങ്കിലും ഐറ്റംസ് അല്ലെ, ഏതെങ്കിലും ടൂളോ എക്യുപ്മെന്റ്സോ എന്താണ് ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യേണ്ടതാണ് അല്ലെ? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ശരീരത്തിൽ പറ്റിപ്പടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സിൽ ആവുകയോ ചെയ്താൽ എന്താണ് എത്രയും പെട്ടെന്ന് ഫ്ലോറിൽ വീഴുക എന്തെങ്കിലും ആയാൽ തന്നെ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? 4 പോയിന്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിംഗില് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? എക്യുപ്മെന്റ് brought into the labor room from outside must be wiped and cleaned. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏത് ഉപകരണങ്ങളും നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്. പിന്നെന്താ? ഹാവ് ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസസ്, മതിയായിട്ടുള്ള ശുചീകരണ ക്രമീകരണം ഉണ്ടായിരിക്കണം. എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ ആണോ? ഇനി ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്. ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. Then item soiled with body or blood or body fluids should be
എന്താണ് ക്ലീൻ ഇമ്മീഡിയറ്റ്ലി. ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മറ്റ് ബ്ലഡ് ഫ്ലൂയിഡ്സ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്യേണ്ടതാണ്. 4 ജനറൽ റൂൾസ് മാത്രം നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 4 ക്ലിയർ ആണോ? ഓക്കെ. യെസ്. ലേബർ റൂം വാർഡ് പ്രോട്ടോകോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ലേബർ റൂം വാർഡ് പ്രോട്ടോകോൾസ്, അതിൽ എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? ലക്ഷ്യം എന്തിനാണ്? ഒരു ലേബർ റൂമിൽ ഇത്ര പ്രോട്ടോകോൾസുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പറയൂ. യെസ്, എക്സലന്റ് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനും. പിന്നെ എക്സലന്റ് മെഡിക്കൽ കെയർ ടു ആർക്കാണ്? പ്രഗ്നന്റ് വുമൺ അല്ലെ? പ്രഗ്നന്റ് വുമൺ ആൻഡ് ന്യൂ ബോൺ ബേബീസ് അല്ലെ? യെസ്. പിന്നെ മാനേജ് വാർഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന്. ഓക്കെ. ഇനി പ്രത്യേകമായിട്ട് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവിടെ വരുന്നത്? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ എന്തൊക്കെയാണ്? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ. ഞാൻ തന്നെയാണല്ലോ പറയണേ, ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ, പേര് വിളിക്കുന്നില്ല, പറഞ്ഞോളൂ. മൈക്ക് ഓൺ ആണ് കേട്ടോ. വാർഡ് റെഗുലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ട്രാഫിക് കൺട്രോൾ. ഓക്കെ. ഇനി ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്: ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഫോർ ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂബോൺ കെയർ എക്സെട്രാ. ഇനി ലേബർ ടേബിൾ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ലേബർ ടേബിൾ എക്യുപ്മെന്റ്സ്: ടോക്കോഗ്രാം. What are the measures to maintain safety? ഓരോ പോയിന്റ്സ് ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാ മെഡിക്കൽ സ്റ്റാഫിനും ഓരോ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അണുബാധ തടയുന്നതിന് പ്രത്യേക ട്രെയിൻസ് ഓരോ സ്റ്റാഫിന് കൊടുക്കേണ്ടതാണ്. ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകണം. ഇനി what are the standard precautions in labor room? എന്തൊക്കെയാണ് standard precautions? Wearing protecting clothing, proper disposal of biomedical waste, proper handling of sharp objects, closing of used equipment, sustaining a clean and aseptic environment. Okay, then. I think next class എടുക്കാം ട്ടോ. Okay, thank you. Okay, ma'am. Thank you. Thank you. Thank you, miss. Thank you. Thank you.